സിനിമയ്ക്കകത്ത് പ്രമാണിമാരുണ്ട്. ആ പ്രമാണിമാരെ തൊടാൻ പറ്റത്തില്ല. ഇന്നത്തെ പ്രതികരണം ഇന്നിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് ധന്യ. ഇത് കേരളം മൊത്തം കൊണ്ടാടിയ ഒരു കേസാണ്. ഈ കേസിനകത്ത് സർക്കാർ ഓർത്ത് തോറ്റുപോയിരിക്കുകയാണ്. കാരണം ഗൂഢാലോചനക്കാരനെ പിടിക്കാൻ പറ്റിയില്ല. പ്രതിപക്ഷം ആഞ്ഞടിക്കണ്ടേ? ഒരു സ്ത്രീ സുരക്ഷ എവിടെയാണ് നിങ്ങൾ ഈ ഗൂഢാലോചനക്കാരനെ സംരക്ഷിച്ചില്ലെന്ന് ചോദിക്കാമല്ലോ, വേണമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോയില്ലെന്ന് ചോദിക്കാമല്ലോ. ഒരൊറ്റ പൊളിറ്റീഷ്യൻ ദിലീപിൻ്റെ പേരൊന്നും വേണ്ടിയിട്ടില്ല. MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നു, ദിലീപ് എന്ന പേര് വേണ്ടിയിട്ടില്ല. ഇന്ന് KPC പ്രസിഡന്റ് സംസാരിക്കുന്നു, ദിലീപിൻ്റെ പേര് വേണ്ടിയിട്ടില്ല. VD സതീശൻ സംസാരിക്കുന്നു, BJP വേണ്ടിയിട്ടുണ്ടോ? ഇല്ല. ഒരാൾ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. അങ്ങനെ ഈ സിനിമയിലെ പണം കൊണ്ട് കൈയാളുന്ന തമ്പ്രാക്കന്മാരുണ്ട്. അവരിങ്ങനെ പല സ്ഥലത്ത് കാലൂന്നി നിൽക്കുന്നവരാണ്, ഒരു സാമ്രാജ്യം പോലെ. അവരെ തൊടാൻ പറ്റുകയില്ല. അവരെ തൊടാൻ ഇവർക്കൊന്നും പറ്റുകയില്ല. ഇവരുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇവർ പുറത്തെടുക്കത്തില്ല. ഇവർ പേടിച്ചു പോകും. ഇവർക്ക് ആ ഒരു പരിധിക്കപ്പുറത്ത് പോയി ഈ കേസിനകത്ത് ഞങ്ങൾ ഇവനെ പിടിക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇവർ പേടിച്ചു പോകും. ആദ്യമൊക്കെ ഒരു നിലപാട് പ്രഖ്യാപിക്കും. പക്ഷെ ആ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും പുറത്ത് നിലപാട് മാസ് BGM പോലെയല്ല. അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ സിനിമയെ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല, സിനിമയിലെ പ്രമാണിമാർ പിടിക്കപ്പെടാൻ പാടില്ല എന്ന വികാരം എല്ലാവർക്കും ഉണ്ട്. അത് ആലുവയിൽ വലിയ പ്രതീക്ഷയുള്ള കോൺഗ്രസിനുണ്ട്, സംസ്ഥാനം ഭരിക്കുന്ന CPM-നുണ്ട്, BJPക്ക് പ്രത്യേകം താല്പര്യമുണ്ട്. BJPയുടെ സിമ്പതൈസേഴ്സ് ആണ് ഇന്ന് ഇറങ്ങി മൊത്തം വിളയാടി ഈ നടിയെ ആക്ഷേപിച്ച് ആൾക്കാരെ കാണുന്ന മൊത്തം ഇന്നിപ്പോൾ BJP ആൻഡ് ഹിന്ദുത്വ ഹാൻഡിലുകളാണ്. മട്ടാഞ്ചേരി മാഫിയ തോറ്റില്ലേ, ദിലീപ് വിജയിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന് വേറെ തൊടാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. നമ്മൾ ഈ വലിയ BGM-ലൊന്നും വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ അതിൽ ആ നടി എന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്കാണ്. അവരുടെ കൂടെ നിൽക്കുന്ന നീതിബോധമുള്ള കുറച്ച് മനുഷ്യന്മാരും. അല്ലാതെ എൻ്റെ സിസ്റ്റം കൂടെ ഉണ്ട്, ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, അങ്ങനെയൊന്നുമില്ല. സിസ്റ്റത്തിനെതിരെയും പോരാടണം. അതിൽ പോരാടിയ മനുഷ്യന്മാരെ നമ്മൾ ആദരിക്കും. ഇപ്പോൾ WCC അവർ പോരാടിയവരാണ്. അവർക്കിടയ്ക്ക് വീണു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർ പോരാട്ടം എന്ന് പറയുന്ന സംഗതി അവർ ഓപ്പൺ ചെയ്തവരാണ്. യെസ്, അവരിപ്പോഴും അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരെ സമ്മതിക്കണം. അതൊരു വലിയ തുടക്കമായിരുന്നു. അവരുടെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ബാലേന്ദ്രകുമാറിനെ പോലുള്ള ആൾക്കാർ, PT തോമസ്, നമ്മൾ മറന്നു പോകാൻ പാടുള്ള പേരാണ്. കാരണം ഈ സിനിമയ്ക്കകത്ത് പലതരം കാര്യങ്ങൾ നടക്കും. അതിനെ മൂടി വെക്കാൻ പാടുള്ളതല്ല. ഇതൊരു ഗുരുതരമായ സംഗതിയാണ്, കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അന്ന് സ്വന്തം ഫോണിൽ നിന്ന് വിളിച്ച് കണക്ട് ചെയ്ത് ഈ കേസാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചാൽ PT തോമസ് ആണ്. പിന്നെ നമ്മുടെ കൂടെ ഇല്ലാത്ത ബാലേന്ദ്രകുമാർ. ഇവരൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. പോരാടിയ മനുഷ്യന്മാരെ ഓർക്കണം, അവർക്കൊക്കെ തുടർച്ച ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കണം. പക്ഷേ ഇത് ഞാൻ കാണുന്ന ഇതാണ്, അടിസ്ഥാനപരമായി നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രമാണി, ഒരു ധനികൻ, ഒരു പ്രഭു ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് മേലെ നിൽക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമുക്കിപ്പോഴും ഇല്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടേണ്ട ദിവസമാണിന്ന്.